ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നമുക്ക് പ്രദേശവാസികളോട് ചോദിച്ചു നോക്കാം. എപ്പോഴായിരുന്നു അപകടം? 4 മണി കഴിഞ്ഞു, 4-5 കഴിഞ്ഞു പുലർച്ചെ. സൗണ്ട് കേട്ട് വന്നപ്പോൾ ഇടിച്ചിരിക്കുക വണ്ടി. പിന്നെ ഒരു ഡോറെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ നമ്മൾ അപ്പോഴത്തേനും പാർട്ടിയിൽ നിന്ന് നമ്മൾ വിഷ്ണു തമ്പിയെ വിളിച്ച്, നമ്മുടെ പാർട്ടിയിലെ ആളെ വിളിച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് വിട്ടായിരുന്നു. പിന്നെ ആ ഫയർഫോഴ്സും പോലീസും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇറക്കാൻ പറ്റും. അവർ അവിടുന്ന് വന്ന ശബരിമലയിൽ നിന്ന് വന്ന തെലുങ്കാന വണ്ടിയാണ്. ഇവർ മലേഷ്യയിൽ നിന്ന് കണ്ട എയർപോർട്ടിൽ നിന്ന് വന്നത്, തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. ഇതാ വീട്. സൗണ്ട് കേട്ടിട്ട് വരുന്നത്. വന്ന് നോക്കുമ്പോൾ 3 പേര് ഇല്ലായിരുന്നു. 3 പേര് സ്പോട്ടിൽ തന്നെ. ആ ചേച്ചിക്കാണ് ജീവനുണ്ടായിരുന്നു. അവരെ നമ്മൾ വലിച്ചിളക്കി. അപ്പം തന്നെ മറ്റേ ഓപ്പൺ ചെയ്യാൻ പറ്റും. അവർ ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടുവന്നിട്ടാണ് ഇളക്കുന്നത്. ആതിര, അതാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. ഈ കാറിന്റെ ഡോറ്, അപകടത്തിൽ തകർന്ന ഡോറിലൂടെ മാത്രമായിരുന്നു ഇവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചത്. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരും. സാറേ, നമുക്ക് മെസ്സേജ് കിട്ടുന്ന ഒരു 4:15, നമുക്ക് 4:15 നമ്മൾ വരുന്നത്. 4:15 മെസ്സേജ് കിട്ടുന്നത്. നമ്മളിവിടെ വന്നു. നമ്മൾ വന്നപ്പോഴത്തേന് പിന്നെ കാറിൽ 4 പേരിൽ ഒരാളിനെ രക്ഷപ്പെടുത്തിയിരുന്നു. ബാക്കി 3 പേരെ നമ്മൾ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊളിച്ച് വാഹനത്തിൻ്റെ ഡോറ് പൊളിച്ചാണ് എടുത്തത്. അവരെ ഇവിടെ ഉണ്ടായിരുന്ന ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ഫ്രണ്ടിൽ ഇരുന്ന 2 പേരും ഡെഡായിരുന്നു. മറ്റ് പിന്നെ അയ്യപ്പ ദർശനം കഴിഞ്ഞു ബസ്സിൽ ഉണ്ടായിരുന്ന അവർക്ക് ഒരാൾക്ക് ഒരു ചെറിയ പരിക്കേ ഉള്ളൂ. ബാക്കി ഈ കാറിലുണ്ടായിരുന്ന 4 പേരിൽ 4 പേരും ഡെഡായെന്നാണ് പിന്നീട് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് അവരെ ഒരു സ്ത്രീ കാനഡയിൽ നിന്നെങ്ങാണ്ട് വന്നതാണ്. അവരെ കൊണ്ടുവന്നതാണ്. ഇവിടെ വെച്ച് അപകടത്തിൻ്റെ കാരണം നമുക്ക് കറക്റ്റായി പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിര, അതുപോലെയാണ് അപകട കാരണം കൃത്യമായി ഫയർഫോഴ്സിനും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പുലർച്ചെ 4:15 കൂടിയായിരുന്നു